ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര ഇന്ന് വയനാട് ജില്ലയിലാണ് പര്യടനം നടത്തുക. വള്ളിയൂർക്കാവ് ക്ഷേത്ര ദർശനമാണ് കെ സുരേന്ദ്രൻ ആദ്യം നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം മതമേലധ്യക്ഷന്മാരെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും അദ്ദേഹം കാണും. ഈ കൂടിക്കാഴ്ചയാണ് ഇന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. ഉച്ചവരെ അപ്രകാരം കാര്യങ്ങളിലാണ് ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ തിരക്കിലാകുക. എന്നാലും തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പദയാത്ര ആരംഭിക്കുന്നതും. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ് കാസർഗോഡും കണ്ണൂരും എപ്രകാരമായിരുന്നു പദയാത്ര എന്നും വലിയ സ്വീകരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ പദയാത്രയ്ക്ക് ലഭിക്കുന്നത് എന്നും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഈ പദയാത്ര ഉദ്ഘാടനം ചെയ്തത് മുൻ എം പി കൂടിയായ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കേരള ജനത സാഗൂതം വീക്ഷിച്ചിരുന്നു. എന്തായാലും ഇന്ന് പദയാത്ര എത്തി നിൽക്കുന്നത് വയനാട് ആണ്. ഈ പദയാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ എടുത്തു പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനകൾ എന്തായാലും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. എന്തായാലും ഈ ഒരു പ്രതീക്ഷ മുൻനിർത്തിയാണ് ബി.ജെ.പി. കേരള പദയാത്ര ആരംഭിച്ചതും ഇപ്പോൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും. നമുക്ക് വയനാട്ടിലെ ഇന്നത്തെ യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വിനീഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വിനീഷ്, എന്തായാലും 2 ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കി വയനാട്ടിലേക്ക് എത്തി നിൽക്കുകയാണ് കേരള പദയാത്ര. എപ്പോഴാണ് ഇന്ന് പദയാത്ര ആരംഭിക്കുക? മറ്റു പരിപാടികൾ എന്തൊക്കെ? ആവേശോജ്വലമായ സ്വീകരണം 2 ജില്ലകളിൽ കാസർഗോഡും കണ്ണൂരും ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് ഇന്ന് 3ാം ദിനത്തിലേക്ക് എത്തുമ്പോൾ പദയാത്ര വയനാട് ജില്ലയിലേക്ക് കടക്കുന്നത്. 9 മണിയോടുകൂടി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തും. അതിനുശേഷം തന്നെ വള്ളിയൂർക്കാവ് കാവുങ്കൽ കോളനിയിൽ അദ്ദേഹം സന്ദർശിക്കും. തുടർന്ന് വയനാട്ടിലെ ആദ്യ ബലിദാനിയായ മാനന്തവാടി തരുണ പടക്കോട്ടുമൻ ചന്ദ്രേട്ടന്റെ ഭവനത്തിൽ അദ്ദേഹമാണ് വയനാട്ടിലെ ആദ്യത്തെ ബലിദാനി. അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശനം നടത്തും. 12 മണിക്ക് പത്രസമ്മേളനമാണ് കെ സുരേന്ദ്രന്റെ പരിപാടിയിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് പൗരപ്രമുഖരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം വൈകുന്നേരം 3 മണിയോടുകൂടി പദയാത്ര ഉദ്ഘാടന സമ്മേളനം നടക്കും. തുടർന്ന് 4:30 കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും മൂട്ടിലേക്കുമാണ് പദയാത്ര നടക്കുന്നത്. ഇങ്ങനെയാണ് ഇന്നത്തെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് കണ്ണൂർ ജില്ലയിലും വയനാട് ജില്ലയിലും കഴിഞ്ഞ ദിവസം പ്രവർത്തകരിൽ നിന്നും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും ബി.ജെ.പിയുടെ പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പദയാത്ര അവസാനിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഈ പദയാത്ര കണ്ണൂർ ജില്ലയിലെ പദയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് നടനും മുൻ എം.പിയുമായ സുരേഷ് ഗോപി, ബി.ജെ.പി. നേതാവുമായ സുരേഷ് ഗോപി നടത്തിയത്. ഈ ഒരു പദയാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ അത് അഴിമതി സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ അധപതനത്തിലായിരിക്കും തുടക്കം കുറിക്കുക എന്ന തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ആക്ഷേപം തന്നെയാണ് സുരേഷ് ഗോപി ഉയർത്തിയത്. അങ്ങനെ വലിയ രീതിയിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ തന്നെയാണ് പദയാത്രയ്ക്ക് ഇപ്പോൾ ഉടനീളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായി തന്നെ ബി.ജെ.പി. വിലയിരുത്തുന്നത് ഇത്തരത്തിലാണ്. ഈ പദയാത്ര അവസാനിക്കുന്നതോടുകൂടി സംഘടനാ തലത്തിൽ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടാകുക എന്ന ലക്ഷ്യവും ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ബൂത്ത് തല പ്രവർത്തനങ്ങളിൽ സജീവമാക്കുക. വരുന്ന 2024 തെരഞ്ഞെടുപ്പ് അത് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിന് സംഘടനയെ കൂടുതൽ സജീവമാക്കുക. ഒപ്പം തന്നെ ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ സംഘടനയുടെ ദേശീയധാരയിലേക്ക് എത്തിക്കുക, ബി.ജെ.പിയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യവും ഈ ഒരു പദയാത്രയ്ക്കുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 200-ലധികം പ്രവർത്തകരാണ് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും മറ്റു ഇതര പാർട്ടികളിൽ നിന്നും ദേശീയധാരയിലേക്ക് എത്തിയത്. അങ്ങനെ അംഗത്വം എടുത്തുകൊണ്ട് ഭാഗമായത്. കാസർഗോഡും സമാനമായ രീതിയിൽ നിരവധി പ്രവർത്തകരും നേതാക്കളും ബി.ജെ.പിയുടെ ഭാഗമാകുന്ന സാഹചര്യം, ഇന്ന് വയനാടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പദയാത്ര പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നതുകൊണ്ട് ബി.ജെ.പിയുടെ കേരളത്തിലെ ഭാവി നിർണയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഏറെ പിന്തുണ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്ത് നിന്ന് ബി.ജെ.പിക്ക് ലഭിക്കുന്ന പദയാത്രയ്ക്ക് ലഭിക്കുന്ന പിന്തുണ തന്നെയാണ്
അത് ഏറെ ശ്രദ്ധേയമായ കാര്യം എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അത് രാഷ്ട്രീയമായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറെ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും സംഘടനയും അടിസ്ഥാന തലത്തിൽ വളർത്തിക്കൊണ്ട് ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജീവമാക്കിക്കൊണ്ട് സംഘടനയെ വലിയ രീതിയിൽ കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാക്കി മാറ്റാനുള്ള ശ്രമം തന്നെയാണ് പദയാത്രയിലൂടെ NDA ചെയർമാനും അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ K. സുരേന്ദ്രൻ നടത്തുന്ന പദയാത്രയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് വയനാട് ജില്ലയിലേക്ക് പദയാത്ര കടക്കുമ്പോൾ സമാനമായ രീതിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടായിരിക്കും പദയാത്ര മുന്നോട്ട് നീങ്ങുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ജില്ലകളിലും കാസർഗോഡും കണ്ണൂരും നടന്ന പദയാത്ര അത് ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. പ്രത്യേകിച്ച് പ്രവർത്തകരുടെ സാന്നിധ്യം കൊണ്ടും ഈ പദയാത്രയിലുടനീളം തന്നെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള നിരവധി പേർ എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് BJPയുടെ പദയാത്രയെ ഏറെ പ്രതീക്ഷ നൽകുന്നത് BJP നേതാക്കൾക്ക്. പ്രത്യേകിച്ച് ഈ പദയാത്ര കടന്നു പോകുന്ന വഴിയോരങ്ങളുടെ ഇരു സൈഡുകളിലും പ്രത്യേകിച്ച് റോഡുകളുടെ ഇരു സൈഡുകളിലും നിന്നുകൊണ്ട് നിരവധി പേർ അഭിവാദ്യം അർപ്പിക്കുന്നു. പണ്ട് BJPയോട് വിമുഖത കാട്ടിയിരുന്ന നിരവധി പേർ BJPയുടെ ഭാഗമാകാൻ പരസ്യമായി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം. അങ്ങനെ ഏറെ പ്രതീക്ഷകൾ ഈ പദയാത്ര BJPക്ക് നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അനു. ശരി വിനീഷ്. എന്തായാലും കേരള പദയാത്ര ഇന്ന് വയനാട്ടിലാണ് പര്യടനം നടത്തുക. വാർത്തയുടെ വിശദാംശങ്ങൾ തത്സമയം നൽകുകയായിരുന്നു വിനീഷ്.